വെള്ളടി പപ്പായ പുതിയ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1000 പീസ് നമുക്ക് 500 പീസ് ഇതിൽ നിന്ന് തള്ളല്ല. 500 പീസ് ഇപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് കൊണ്ടാളാണ് ബാക്കി ഉണ്ടാവുള്ളൂ. 2500 എത്തിയ സാധനം അത് നമ്മൾ കഴിഞ്ഞ 2500 ഇട്ടിട്ടാണ്. ഇപ്പോൾ പൂട്ടിച്ച് വില കൂട്ടിയിട്ടില്ല, കുറച്ചൊക്കെയാണ്. ഹായ്, നമസ്കാരം. നൗഷാദ് പയ്മള്ളൂർ, NP ലിയാഗാർഡൻ. അങ്ങനെ നമ്മൾ സൈറ്റിലേക്ക് വരുന്നുണ്ട്. NP ലിയാഗാർഡൻ എന്ന് വെച്ചാൽ നേരെ പോകേണ്ടത് NP എന്നുള്ള NP തന്നെ അടിക്കണം. NP നാഷണൽ പെർമിറ്റ് നോട്ടിയാൽ മതി. NP ലിയാഗാർഡൻ അതിൽ നേരെ പോരാ. അതിൽ നേരെ അടിച്ചാൽ നേരെ ഇങ്ങോട്ട് എത്തും. ഇങ്ങോട്ട് എത്തിയാൽ പിന്നെ ബാക്കി നമുക്ക് അനുസരിച്ച് ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഓരോരുത്തർക്ക് ഇതിലിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്ന് നല്ല എന്താണ് കാമിനിമുല്ല, മരമുല്ല. ഇത് ബുക്കിൻ്റെ ഇപ്പോൾ എല്ലാവരും വലിയ വിലക്ക് 500-നൊക്കെ വെക്കണം. ശമ്പളം അങ്ങനെ നമ്മളത് എന്താണ് ഏറ്റവും മാർജിൻ കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ കുറച്ച് കൊടുക്കാൻ കഴിയും അതാ നോക്കണ്ട്. അങ്ങനെ 300-ൽ ഇതിപ്പോൾ സാധനം വേറെ ഉണ്ട് കേട്ടോ. 50 പീസോടെ വേറെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 20 പീസ് കൊടുക്കുന്ന ചിലവ് അറിയില്ലേനും ചിലവാകുമെന്നുള്ളത് ഇത്രയും വലിയ വില ആകുമ്പോൾ. പക്ഷെ നോക്കുമ്പോൾ അപ്പോൾ നമ്മളാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫുള്ള് കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ് കൂടിയാണല്ലേ? അതും ചിലവർ കമന്റ് ചെയ്യുന്നുണ്ട് സ്മെല്ലില്ല എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു അനുഭവത്തില്, പേഴ്സണൽ അനുഭവത്തില് നല്ലൊരു സ്മെല്ലുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഫ്ലവേഴ്സ് ഒക്കെ നല്ല സ്മെല്ലാണ് ഇതിന്. അതിപ്പോ കമന്റ് ചെയ്യാനുള്ള എന്താ നിങ്ങള് ചില ടൈമിൽ പോലും ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ മെയിന് ഇതെന്താ തള്ളിനെ തിരുവനന്തപുരത്തേക്ക് പിന്നെയും എന്താ ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം നമ്മൾ ഉണ്ടായതുകൊണ്ട് നല്ലുണ്ട്. അതല്ലാതെ ഓനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് ഓർഡർ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വയ്യല്ലോ നമുക്ക്. കാരണം വെച്ചാൽ നമുക്കിപ്പോ ആ തിരുവനന്തപുരം തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ മാസം 2 അടിച്ച് ഇനിയിപ്പോ 24-ാം തീയതി തിരുവനന്തപുരം അല്ല. ഇനിയിപ്പോ ഒരു കാസർഗോഡ് വരെ ഇങ്ങനെ ഓർഡർ ചെയ്താൽ നമ്മൾ കാസർഗോഡും കൊടുക്കും. കാരണം ഈ ആള് നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോസ് നമ്മൾ പറഞ്ഞപ്പോൾ എഴുതിക്കണം തിരുവനന്തപുരം അടുത്ത ട്രിപ്പ് തിരുവനന്തപുരം നടപ്പത്തിന് അത് കൊണ്ടുവച്ചപ്പോൾ തിരുവനന്തപുരം പിന്നെയോനെ. കാരണം നമ്മളെ ഗ്രൂപ്പ് കയറിക്കോളി നിന്റെ ആരെങ്കിലും ലൈവ് ലൊക്കേഷനൊക്കെ കാണിക്കും, നേരെ അതിൽ കാണാലോ എവിടെ കൊണ്ടു കൊടുക്കണമെന്നുള്ളത്. പിന്നെ ചൂടായി പറയല്ല, ഉള്ളത് സംഭവം പറഞ്ഞുള്ളൂ. നമ്മൾ ചൂട് ഇതാണ്. ആ സ്പീഡ് പറയും. സ്പീഡ് പറയുമ്പോഴാണ് ആൾക്കാർ വേണം അത് ഓന് ചൂടാവുക. കാരണം ഫോണൊക്കെ എടുത്താലും നമ്മൾ ഈ സ്പീഡ് പറയും. അപ്പൊ ഈ സ്പീഡ് ചിലപ്പോ പറയുമ്പോ കുറച്ച് ഒച്ചയിലും പറയും. അപ്പൊ ആ ഒച്ചയും കൂടി ഉണ്ടാകുമ്പോ എന്താ വെച്ചും അതിലിപ്പോ നമുക്ക് നല്ല മൈലാഞ്ചി 5 കൊണ്ട് തൂക്കണൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇപ്പൊ മൈലാഞ്ചി 30 റുപ്യ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് അല്ല, ഇനി 4 എടുക്കാൻ 100 റുപ്യ കൊടുക്കാം. ഈ ഒരു പ്ലാന്റിന് 30 രൂപ. അതേമാതിരി 400. പിന്നെ നമ്മളതായാലും വിക്സ് തുളസി. ഈ വിക്സ് തുളസി നമ്മൾ കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഗോൾഗേറ്റ് രാവിലെ തന്നെ ഇപ്പൊ ഗോൾഗേറ്റ് പല്ല് ഇറക്കണമെന്നില്ല. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ ഇലയൊക്കെ ഉണക്കിക്കാണ്ട് ഒന്ന് ഉമിക്കരിയിൽ ഇട്ടുകാണ്ട് വരച്ചാല് ഉമിക്കരിയൊക്കെ ഉണ്ടാക്കുന്ന കാലം ഇല്ല. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇതാണ് ആ ഉമിക്കരിക്ക് നോക്കൊണ്ട് ആ ഉമിക്കരിക്ക് ഇതിന്റെ ഉണക്കിക്കാണ്ട് 4 ഇല പൊടിച്ച് കൂട്ടിയാൽ നമ്മൾ ഗോൾഗേറ്റ് പല്ലെടുക്കുന്നേറെ ഇതുണ്ടാവും. ആ സ്മെല്ല് അതുണ്ടാവും. കാരണം ഇതിപ്പോ ഇനിയിപ്പോ ഇത്രയും കാശ് ഇട്ടിട്ട് നമ്മളിപ്പോ 130, 140, 400, 100 തന്നെ വിൽക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ പറയാന്നുള്ളൂ. അതില് അതേമാതിരി തുളസി, മദർ തുളസി ഉണ്ട് 140, 300. അത് നമ്മളെ ചായയിലൊക്കെ ഇട്ട് കുടിക്കാൻ ചായ ഇട്ട് കുടിക്കണ്ടേ. പിന്നെ പുതിന അല്ല ബുഷ് അത് വേറെ ഉണ്ട്. 140, 300. വെള്ളടി പപ്പായ പുതിയ എത്തിയിട്ടുണ്ട്. അപ്പൊ 1000 പീസ് നമുക്ക് 500 പീസ് ഇതിൽ നിന്ന് തള്ളല്ല. 500 പീസ് ഇപ്പൊ നമ്മൾ കോട്ടയത്തേക്ക് കൊണ്ടാളാണ് ബാക്കി ഉണ്ടാവുള്ളൂ. 1000 പീസ് അവിടെ ഓൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ കോട്ടയത്തേക്കുള്ള മാറ്റി വെച്ചേക്കണു. അതിന്റെ ബാക്കിയാണ്. പിന്നെ ഏതൊക്കെ നമ്മളെ മാവിന്റെ വെറൈറ്റീസ് ഒക്കെ ഏതൊക്കെ? മാവില് പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മേഡം നമുക്ക് വേണ്ടി വേറെ ദിവസം വേണമെങ്കിൽ വീഡിയോസ് മൊത്തത്തിൽ എല്ലാ മാവും കൂടി 21 ദിവസം ചോദിച്ചാൽ എന്റെ ലീവ് ആക്കി തന്നെ വേണം. ഞാൻ അതിനുവേണ്ടി ലീവ് ആക്കി തന്നെ വേണം. കാരണം ഭഗവാൻ അനാറ് പുതിയ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഒക്കെ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വിവരിച്ചേ. ഭഗവാൻ നമുക്ക് എന്താ മെയിൻ എന്താ വെച്ചാല് നമ്മള് സാധാരണ ഈ അനാറിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പൂട്ട് ഇങ്ങനെ കായ പിടിക്കൂല. പൂട്ട് ഇങ്ങനെ പോവും. പിന്നുള്ള കായ ഇങ്ങനെ വിണ്ടുകാണ്ട് ശരിക്കും ഉള്ളു റെഡൊന്നും ആവൂല. ഇത് ശരിക്ക് എത്ര മൂത്താലും പൊട്ടിക്കുമ്പോൾ റെഡ് ഉണ്ടാവും. നല്ല മധുരം വരും, നല്ല കായം പിടിക്കും ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഭഗവാൻ. പക്ഷെ അന്ന് നമുക്കറിയാനോ, നമുക്കിപ്പോൾ ഈ കൊല്ലമായിട്ട് നമുക്ക് ഭഗവാന്റെ അറിയണുള്ളൂ. നമ്മൾ സാധാ മെറ്റാനാറ അതിന്റെ മുന്നൊക്കെ വിറ്റീന്റെ അത് ഈ വലുതായി 50 റുപ്യൊക്കെ വിറ്റീന്റെ. നല്ല പൂവും കായൊക്കെയുള്ള 50 വിറ്റീനു. ചെറുത് 2 എണ്ണം 50 വിറ്റീനു. 4 100 അടിച്ചീനു. അതിനും ചെറുത് 10 റുപ്യ കൊടുത്തീനു. ഇതെന്താ വെച്ചാൽ ഭഗവ പ്രത്യേക ലെയറാണ്. നേരെ കൊമ്പ് നേരെ കെട്ടി വേരിപ്പിച്ച് വരുന്നതാണ്. അത് മാത്രമല്ല കായ നല്ല റിസൾട്ടാണ്. ഓക്കെയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള പ്ലാന്റുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയപ്പോ നമ്മളെ കർണാടകയിൽ നമ്മൾ സാധനം കൊണ്ടുകൊടുത്തത്. ഇന്നലെ നമ്മളെ ബാംഗ്ലൂർക്കാരെ സാധനം അത് കൊണ്ടു കൊടുത്തപ്പോ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത് പോകുന്നതാണ് ഈ ഐറ്റം. ഈ ഐറ്റം നമ്മളെന്താ വെച്ചാല് ഇത് 400 പ്രത്യേകത വ്യത്യാസം. കുറച്ചുകൂടി ബ്രാഞ്ചസ് ഒന്നിമ്മ തന്നെ കുറെ മുട്ടും പൂവൊക്കെ ഉള്ള കുറച്ച് വലിയ കവർ വേണത്. സാധാ 1 കിലോ കവറല്ല, 2 കിലോ കവർ അറിയോല്. ഇനി 1 കിലോ കവർ നമ്മൾ സാധാ വിൽക്കുന്നുണ്ട്. ഇത് 400. പിന്നെ അത് സാധാ നമ്മൾ 500 കൊടുക്കേണ്ടത് ഇതാണ് 500. അത് ഈ കവറാ വരിക.
മറ്റേ കുറച്ചും കൂടി അതിൽ ഇത് ഐറ്റങ്ങളൊക്കെ ഉണ്ട്, അതിൽ വെള്ളം ഉണ്ട്, റോസിന് വേണമെങ്കിൽ മഞ്ഞൊക്കെ ഉണ്ട്, അങ്ങനെ ചിലതുണ്ട് നോക്കാൻ മതി. ഇതിപ്പോ നമുക്ക് നോക്കുമ്പോ ചെടിയൊക്കെ അത്യാവശ്യം രണ്ടും ഏതാണ്ട് ഒരേ വലിപ്പം തന്നെയാണ് വരുന്നത്. അത് മണ്ണ് കുറച്ച് ഏറെ ഉണ്ട് അതില്. വേണ്ടവർക്ക് ഇനിയിപ്പോ അത്രയും പൈസ ഇല്ലെങ്കിൽ ഇതെടുത്തിട്ട് വേറെ ചട്ടി ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കാരണം റെഡ് ലീഫാണ് വരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും സ്മെല്ലുള്ള റോസ്. ആ സ്മെല്ലുള്ള റോസ് ഇതാണ്. ഇതിന്റെ ലീഫ് നമ്മൾ തിന്ന ലീഫ് കഴിക്കാനും അത്രയും സൈസൊക്കെ 3 200, 2 150, 3 200, 2 150, 3 200. അതിൽ സൈസ് പല കൊലകൊലയായിട്ട് വരുന്ന സൈസ് നല്ല എപ്പോഴും ഉള്ള സൈസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ ഒരു ബൊക്ക ടൈപ്പ് നിൽക്കുന്നുണ്ടല്ലോ. അതൊക്കെ പേര് നോക്കണ്ട, പേരൊന്നും അറിയില്ല. ഞാൻ കമന്റിലും ആൾക്കാരെ എഴുതി തിട്ടുന്നുള്ളൂ, അപ്പൊ പേര് നമുക്ക് അറിയാം. ഇത് നമ്മള് ശരിക്ക് 3 ആണ്. ഇപ്പൊ ഓഫർ നിലക്ക് 4 ഇടാം. 100 രൂപ 4 100 രൂപയ്ക്ക് 4 മെലസ്ട്രോമ 30 രൂപ ഉള്ളൂ. ഈ ഒരു കളർ മാത്രം. ആ കളർ. പിന്നെ വൈറ്റ് ഉണ്ട്, വൈറ്റ് 50. വൈറ്റ് 50. പിന്നെ ഇത് നല്ലൊരു ക്രീപ്പർ. ഇപ്പൊ പൂട്ടൊക്കെ ആൾക്കാർ തെരഞ്ഞാണ്. നല്ല രസമുള്ള ക്രീപ്പറാണ്. ഒരു വള്ളിയായിട്ട് നല്ല ഇതാക്കി തൂങ്ങി ഇത് പോകും. ഇത് 40 രൂപ ഒന്നിന്. അതിന് പൂടും. നല്ല രസം, നല്ല കൊലകൊലായിട്ട് പൂണ്ട്. 40 രൂപ. അത് വെള്ളയും റോസും കൂടെ ആയിട്ട് നല്ല രസം. ഞാൻ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഒക്കെ നിർത്താൻ നദീനു. അപ്പൊ അതിന് ആൾക്കാരെ പൂട്ട് എടുത്താൽ നമ്മൾ പറഞ്ഞില്ല. കാരണം വേഗം വരും, പൂ വേഗം വരും. നമ്മുടെ ചെമ്പരത്തി നമ്മള് സാധാ നമ്മള് ഹൈബ്രിഡ് അങ്ങനെ. പിന്നെ ഇതൊരു വെറൈറ്റി ആണ്. ഇത് വിലയാണ്. ഈ ചെറിയ സാധനം 60 രൂപ. എന്ത് സാധനം? ഇത് വലിയൊരു പൂ തന്നെ ഹാങ്ങിങ്, അതായത് ക്രീപ്പർ വള്ളിയൊക്കെ ആയിരുന്നു തന്നെ. പിന്നെ വേണമെങ്കിൽ വേറെ ക്രീപ്പർ ഉണ്ട്, വേറെ മോഡല് കാണിച്ചു തരാം. നമുക്ക് അവിടെ എത്തുമ്പോൾ കാണിക്കാം. ഇപ്പൊ ഇത് ഏതൊക്കെയാ? ഇതെന്തോ ഒരു പോപ്പിയാണ്. എന്ത് പോപ്പിയാണ്? ബാൽസം പോപ്പി അല്ല, വേറെ. ഇത് എങ്ങനെ റേറ്റ്? ഇത് 40 രൂപ. കാരണം പല ഫ്ലവേഴ്സിന്റെ പേര് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കമന്റിൽ അറിയുന്നവർ രേഖപ്പെടുത്തി. ഇതിപ്പോ എങ്ങനെയാണ് റേറ്റ് പറഞ്ഞത്? 40 രൂപ. 40 രൂപ വരെ അല്ലേ? ഇതൊക്കെ 70 80 വിൽക്കുന്ന സാധനമാണ്. നമ്മൾ ഓഫറിൽ നമ്മളെ ഈ ഒരു നിരയിൽ ഇരിക്കുന്നതൊക്കെ അല്ല, ഇതൊക്കെ 3 100. ഈ ഐറ്റം ഒക്കെ 3 100. പണ്ടത്തെ പൂച്ചെടി മുകളിലുള്ള പല കളർ ഹാങ്ങിങ്. ഇതെന്താ വെച്ചാൽ ഓവർ വള്ളിയാലും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ബൊക്കമാരൊക്കെ നിർത്താട്ടോ, അങ്ങനെ ബുഷൊക്കെ നിർത്താം. ഇതൊക്കെ 3 100. ഇതിപ്പോ നേരത്തെ റോസ് പറഞ്ഞ റോസ്. പിന്നെ ഇപ്രാവശ്യം കിട്ടിയ പോയിൻസാറ്റി ഇതുള്ളൂ. പിന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ 100 രൂപേന്റെ. ഇതിന്റെ മഞ്ഞ ഉണ്ടായിരുന്നു, വില ആയപ്പോ നമുക്ക് എടുക്കാനേ പേടി. കുറച്ചെടുത്തിരുന്നു, അത് പോയി. ചെലവാവൂല ഇതാണ്. അപ്പൊ അതാണ് ആദ്യം പോയത്. ഇത് നമ്മുടെ കടലാസ് പൂ 40 രൂപേന്റെ കവറ്. 40 രൂപേന്റെ കവറ്. അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെ കേട്ടോ. ഇവിടെ തണ്ട കണ്ടാൽ മനസ്സിലാവും. 4 100. ഇതിന്റെ പേരും അറിയില്ല. 4 100. 100 രൂപ. ഇത് പിന്നെ ഡാലിയ നമ്മളെ 40 രൂപ. ചട്ടിയിലുണ്ട് അതിന്റെ 50 രൂപ ചട്ടി. ഡാലിയ അത് വലിയ ഡാലിയാണ്. അത് 20 രൂപ ഉള്ളൂ. മറ്റേ അത് 20 രൂപ ഉള്ളൂ. മറ്റീനാണ് മിനിയേച്ചറിനാണ് വില കൂടുതലുള്ളത്. പിന്നെ ഈ ചട്ടിക്ക് 50 ആണ് ചട്ടി. മറ്റേ കവറാണിത് ചട്ടി. ഈ ചട്ടിക്ക് 50. കവറിന് എങ്ങനെ വരുന്നത്? 40. കവറിന് 40 കേട്ടോ. ഈ കവർ സൈസ് വരുന്ന. പിന്നെ പറഞ്ഞ ഒരു ക്രീപ്പർ തന്നെയാണ്. ഇതിന് മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് വേറൊരു കൊലകൊലായിട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തോന്നെ കൊണ്ടുവരാം. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, മാറ്റിയേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിന് നല്ല രസമുള്ള മഞ്ഞ ഉണ്ടായിരുന്നു. ഓർഡർ ചെയ്താണോ? അല്ലല്ല, ഇത് ഓർഡർ ചെയ്താൽ 5 വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം തോന്നെ ഉണ്ടാവും. ഇത് ഞാൻ 10 എടുത്തോളം ചിലവാവില്ല വെച്ചിട്ട്. അതിപ്പോൾ ഹോൾസെയിലർ വന്നിക്കാണ്ട് 5 ഒരാടുത്ത്, ബാക്കി പിന്നെ 1 2 കാരൊക്കെ എടുത്താണ്. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. പൂ വിരിഞ്ഞ് കാണണമെങ്കിൽ. ഇതിന് മഞ്ഞ അതിലേറെ രസം ഉണ്ടായിരുന്നു. 150 രൂപ. അത് ഒരു ഉള്ളൊരു അങ്ങനത്തെ കളർ തന്നെ. മിറാക്കിൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇതൊക്കെ 700 800 1000 ഈ ചെറുതിന് തന്നെ അന്ന് ചെറിയ സാധനത്തിന് 500 വിറ്റ സ്ഥലം ഉണ്ടായിരുന്നു അന്നേ. മിറാക്കിൾ അന്ന് ഇറങ്ങിയ ഉടനെ. പക്ഷെ ഇപ്പോഴും മിറാക്കിൾ നമുക്ക് പോകുന്നുണ്ട്. മിറാക്കിൾ നമുക്ക് ഇതിപ്പോ നമ്മൾ 200 300 പീസ് വലുത് കൊണ്ടല്ലേ തള്ളി മറിച്ച് ചിലപ്പോഴത്തെ നോക്കിയാൽ കാണാം സാധനം. അതിപ്പോ എന്താ വെച്ചാൽ ഇങ്ങനെ കഴിയുന്ന 200 രൂപ ഇത്രയും വലുത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വലിയ കായം പൂവൊക്കെ ഉള്ള സാധനം 200 രൂപ കൊടുക്കുന്നുണ്ട്. സബാറ ലെയർ 200 രൂപ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു തൈ ഒന്ന് എടുത്ത് കൂടി നിൽക്കുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഈ ഒരു വലിപ്പല്ലേ 200 രൂപ വരുന്നത്. ഇതിപ്പോ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് കിട്ടും? ഇതിപ്പോ ശരിക്കും നമ്മള് അന്നിപ്പോ ഞാൻ പറഞ്ഞു ചട്ടിപ്പറമ്പ് ഇതേപോലെ ലേറെ നമ്മൾ 50 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കായ്ച്ചിട്ടുണ്ട് 3-4 കൊല്ലപ്പത്തിന്. ഈ 50 രൂപയൊക്കെ അന്നാ കൊടുത്തത്. അതേമാതിരി 3-4 കൊല്ലം നോക്കേണ്ടി വരും. പേരേന്റെ നമ്മൾ കഴിഞ്ഞ പുതിയത് ഒന്നായിട്ട് എത്തിക്കണം. നമുക്ക് അവിടെ കാണിക്കാം. ഒന്നായിട്ട് പുതിയ വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട്, നല്ല മധുരമുള്ള. അതായത് ഇതല്ല കേട്ടോ, നമ്മളെ കൽക്കത്തന്റെ സീറ്റ് ഓറഞ്ച് ഇറങ്ങണത്. അതെന്താ എത്ര പൊളിച്ചാലും പുളിയേക്കാരം. ഇത് കമല 200 രൂപ ബെഡ്. 2 കൊല്ലം കഴിയണം കായ്ക്കാൻ മാത്രം.
രണ്ടാം കൊല്ലം കായ്ക്കും. 200 റുപ്യ. കൽക്കത്തിൻ്റെ ഇപ്പം നമുക്ക് കായുള്ള തന്നെ ഉണ്ട് 250 300 റുപ്യൊക്കെ ഉണ്ട്. മേലെ വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, കാണിക്കാനുണ്ടാവും. പൂട്ടും കായുള്ളതുണ്ട്. പക്ഷേ അതെന്താ വെച്ചാൽ എത്രയും പുളിയ വരിക. പിന്നെ അല്ല സീഡ്ലെസ് ലെമൺ ഇതാ 150 റുപ്യ ഉള്ളൂ സീഡ്ലെസ് ലെമൺ. പിന്നെ നമ്മൾ ജയത്തേടത്തിലൊക്കെ ഉണ്ട് നല്ല സൈസ് 150 200 വേണ്ടത് വേറെ വലുപ്പത്തിനനുസരിച്ചുണ്ട്. പൂ ഈ ജനുവരി ഫെബ്രുവരി പൂടൽ തുടങ്ങിയല്ലോ. മാർച്ച് അങ്ങോട്ട് ലാസ്റ്റ്ക്ക് കുറച്ചും കൂടി NIT ആദ്യം ആവും. അതിലിപ്പോൾ പൂട്ട് ഇങ്ങനെ ആൾക്കാർ എടുത്താണ്. ഇപ്പോൾ പൂട്ട് ഇത് കുറച്ച് വലിയ കവറാണ്. ഇതാ 2000-ൻ്റെ ആണ്. 2500 വിറ്റീന് നമ്മളിപ്പോൾ ഓഫർ നിലയ്ക്ക് 2000-ന് കൊടുക്കാൻ മാത്രം. 2500 കൊടുത്തിന് സാധനം അത് നമ്മൾ കഴിഞ്ഞ 2500 വിറ്റീൻ്റെ ആണ്. ഇപ്പോൾ പൂട്ടിച്ച് വില കൂട്ടിയിട്ടില്ല, കുറച്ചൊക്കെയാണ്. ജപ്പാൻ പേര 300-ന് വിൽക്കുന്നുണ്ട്. ബെഡാണ് 250. ഇതിന് അപ്രോച്ച് ഉണ്ട് നമ്മൾ 250 റുപ്യ നിലവിൽ. അപ്രോച്ച് 250. അപ്രോച്ച് കാണണ്ട. ഇതാണ് അപ്രോച്ച്. ഈ അപ്രോച്ച് എന്താ വെച്ചാൽ പിടിച്ച് കിട്ടിയാൽ ബാങ്ക് കായ്ക്ക് അപ്രോച്ചാണ്. ബെഡ് ആകുമ്പോൾ ഒരു കൊല്ലം കൂടിയും കഴിയും. അപ്രോച്ച് എന്താ വെച്ചാൽ അതേ കൊമ്പ് മൂത്ത കൊമ്പ് തന്നെയല്ലേ. അപ്പോൾ വേഗം കായ പൂ വരും. ബനാന സപ്പോട്ട നല്ല നീളം വരുന്നുണ്ട് 250 റുപ്യ. ഇതെന്താ ഒരു ഹാർട്ടോ എന്താ പറയുക, ലിവിങ് ഹാർട്ടോ അങ്ങനത്തെ ഒരു പേരാണ് ചെടി. ഇത് വില ഉണ്ട് 50 റുപ്യ ഉണ്ട്. ക്രീപ്പറാണ് വള്ളി മുകളിൽ അങ്ങനെ പൊന്തമാതിരിയൊക്കെ ആക്കി നിർത്താം. റോബസ്റ്റ് ആണ്. നമ്മൾ വായകളൊക്കെ പാടെ 1000 പീസ് മൊത്തം വരുന്നുണ്ട്. അത് നമുക്ക് 30 റുപ്യായിട്ട് കൊടുക്കാൻ കഴിയും. എല്ലാ ഐറ്റും ഞാലിയും കദളിയും ഇത് 40. ഞാലിയും കദളിയൊക്കെ 30 റുപ്യക്ക് 1000 പീസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയില്. കാരണം നമ്മൾ ഇന്നലെ കർണാടക പോയിച്ചിട്ട് നമുക്ക് ആ സ്ഥലം കണ്ടുപിടിച്ചാൻ കഴിഞ്ഞില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ നമ്മൾക്ക് തന്നെ നമ്മളെ ഈ കൊടുത്തവരുണ്ടല്ലോ, അവർ നല്ല സ്വീകരണം കേട്ടോ. നമ്മൾ ആ സാധനം കൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞില്ലേ, ഏത് നമ്മൾ വലിയൊരു സംഖ്യ സാധനം ഒന്നായിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തല്ലോ. അവിടെ ആട്, മട്ടൻ കറി, അതിൻ്റെ പുറത്ത് മീൻ, പല മീൻ, അടിപൊളി ഫുഡ്. ഞങ്ങൾ 3 ആളും എൻ്റെ കുട്ടീനും കൊണ്ടുപോയി, ഞാൻ ചെറുക്കനും കൊണ്ടുപോയിരുന്നു, പിന്നെ നമ്മുടെ ഡ്രൈവറും. വെറും മീൻ മാത്രം. മീൻ വാരി തിന്നത്, ചോറ് നുള്ളി തിന്നത്. ചോറ് അതിൽ പിന്നെ ദോശ പല സാധനവും ഉണ്ടായിരുന്നു. പിന്നെ അവരെ വീട്ടിൽ ക്ഷണിച്ചു. ഇതിപ്പോൾ നമ്മൾ ഫാമിലാണ്, വീട്ടിൽ ക്ഷണിച്ചു. നമുക്ക് പോകാൻ ടൈമില്ല. അവരോടൊക്കെ പ്രത്യേകം താങ്ക്സ്. നമ്മുടെ വീഡിയോസ് പോലെ കാണുമല്ലോ, താങ്ക്സ്. അത്രയും അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി തന്ന അവരും അവിടെ പോലെ ഫാം ഭയങ്കര സെറ്റപ്പ്. നമുക്കൊരു വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുണ്ട്. പിന്നെ അവിടെ ചെന്ന വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മൾ അവരെന്നാ പോയത് 15 ആയിട്ട് നമ്മളെ പോയിട്ട് നമ്മൾ 1-ാം തീയതി 2-ാം തീയതി ഇവർ വന്നത്. ഇവിടെ വന്നുകൊണ്ട് നമ്മൾ സാധനം സെലക്ട് ചെയ്ത് ആ വീഡിയോസ് നോക്കിയാൽ അറിയാം. ആ വീഡിയോയിൽ നമ്മളിപ്പോൾ അതിന് നമുക്ക് അവർക്ക് നമ്മളെ പ്രത്യേക ഹുമിക്കിൻ്റെ അതും സാധനങ്ങളൊക്കെ പാടെ സ്പ്രേ ചെയ്യാനും ചോട്ട് കൊടുക്കാനുള്ള കൊട്ടിനു 4 കൊല്ലം 5 കൊല്ലമായ ഡയമണ്ട് വരെ കാഴ്ചയില്ല. ഞാനിപ്പോൾ പൂട്ടുകയും അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒക്കെ സംഗതി സ്പ്രേ ചെയ്തിട്ടേ ഇനി നമുക്ക് ബാക്കി ഒന്നും കൂടി അവരുടെ തോട്ടം എന്താ വെച്ചാൽ വളമൊന്നും അവർക്ക് കൊടുക്കേണ്ട ഒരു ഐഡിയ ഇല്ല. അതായത് മൊത്തം ഇങ്ങനെ കുറേ സ്ഥലം ഉണ്ട്. എന്താ വെച്ചാൽ എന്നാൽ തോട്ടം അങ്ങോട്ടുണ്ട് സംഗതി ഒക്കെ ഒരു അതിൽ നമ്മളിപ്പോൾ പ്രത്യേകം വളങ്ങളും കാര്യങ്ങളും നല്ല ആട്ടുംകാട്ടും എല്ലാം ഇടേണ്ട രീതിയൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ തോട്ടം ശരിക്കും ചെയ്യണം. അതിന് ലീവാക്കി പോരണം. എന്നാൽ നല്ല മീൻകുളവും മുന്തിരി നമ്മളെ മുന്തിരി നമ്മളെ റേറ്റ് തന്നെ 140 300 പൂട്ടിച്ചിട്ട് വില കൂട്ടിയില്ല. അതേ റേറ്റ് തന്നെ 140. ഇതാണ് നമ്മളെ അരിനെല്ലി, ഹൈബ്രിഡ് അരിനെല്ലി. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഷോർട്ട് വേണമെങ്കിൽ ചെറിയ കഷ്ണം വേണമെങ്കിൽ നമുക്ക് ഇടാം. അവരുത് ഇപ്പൊ നമ്മളെ അങ്ങനെ പോയാടെ ചെറിയ മരത്തുമ്പോ എന്താ കാഴ്ചക്കുന്നത് ഈ ഹൈബ്രിഡ്. അതായത് ഇത് നമുക്ക് എത്ര വർഷം കൊണ്ട് കിട്ടുന്ന പറയണേ? 1.5 വർഷം കഴിഞ്ഞ് 2-ാം കൊല്ലം അറച്ചു കായും. 1.5 വർഷം പൂളി ഇറങ്ങും, 2-ാം കൊല്ലം അറച്ചു കായാവും. ഉറപ്പാണ്. ഇതിപ്പോ നമുക്ക് സീസൺ അല്ലാതെ കിട്ടും ചെയ്തേ. ഇത് സീസൺ അല്ലാതെ കിട്ടും. അല്ല ഇത് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം 2019 നമ്മൾ ചട്ടിപ്പറമ്പ് കട പൂട്ടി പോകുന്നതിന്റെ ശേഷം കുറച്ച് ബാക്കിലൊക്കെ നമ്മൾ ചെറിയ നീല ഡ്രമ്മിൽ ഈ 30 ലിറ്ററിന്റെ ഓയിലിന്റെ ടിൻ ഉണ്ടല്ലോ അതിൽ വെച്ചിരുന്നു. അങ്ങനെ 500 റുപ്യായിട്ട് സാധനം കൊണ്ടുപോയതാണ്. കാഴ്ച കണ്ടപ്പോൾ ആൾക്കാർ 500 റുപ്യ പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കണേ? ഇതിപ്പോ നമ്മൾ 50 റുപ്യ ചീപ്പ് റേറ്റ് കൊടുക്കുക. നമുക്ക് ഇനി ഒന്നും കൂടി കുറയ്ക്കാൻ കഴിയുമോ? അതായത് തോനെടുക്കുകയാണെങ്കിൽ തോട്ടം ഉദ്ദേശിക്കുന്ന തോട്ടം എടുക്കുന്നതൊക്കെ അനുസരിച്ച് എല്ലാം കുറയുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിരുവനന്തപുരം എല്ലാം ഉഷാറായിരുന്നു നമ്മള് ഓർഡറുകൾ. അതായത് ഡ്രൈവർമാർക്കും മറ്റു മാത്രമല്ല നമ്മളിപ്പോൾ പ്രത്യേകം ഒക്കെ അങ്ങനെയല്ലോ ഓൾക്ക് നമ്മൾ കൂലിൻ്റെ പുറത്തൊക്കെ പാടാൻ. പിന്നെ അതേമാതിരി അപ്പം ഈ തിങ്കളാഴ്ച ഇനി പോകുന്നുണ്ട് അടുത്ത തിരുവനന്തപുരത്തിൽ. ഈ തിങ്കൾ ഡേറ്റ് ആയി നോക്കിയാൽ മതി. ഈ തിങ്കൾ ഇന്നിപ്പോൾ ബുധനല്ലേ, വ്യാഴം വെള്ളി ശനി ഞായർ. തിങ്കൾ രാവിലെ ഒന്ന് പോകും, ഞായറാഴ്ച വരെ ഓർഡർ എടുക്കും അതിനനുസരിച്ച്. പിന്നെ അതേമാതിരി നമ്മളെ ഈ ലിയാ ഗാർഡൻ ഫാമിലി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് ഉഷാറാക്കുക എല്ലാവരും കൂടി. കാരണം അതിലാകുമ്പോഴും നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ ചാനലായതുകൊണ്ട് അതൊന്ന് ദൈവം ചെയ്യും.